എന്റെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, അങ്ങ് ബിലാലിന്റെ കൂടെ, അതാ സഈദ് ഇബ്നു മുസയ്യിബിന്റെ കൂടെ, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗ്ഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? തിരിച്ചറിഞ്ഞോ? ആ സ്വഹാബത്തിന്റെ കൂടെ സ്വർഗത്തിലെത്തണമെങ്കിൽ, ലോകത്തിന്റെ നേതാവിന്റെ കൂടെ സ്വർഗത്തിലെത്തണമെങ്കിൽ അല്ലാഹു ഒരു മാനദണ്ഡം പഠിപ്പിച്ചു. ഏതാ മാനദണ്ഡമെന്നറിയോ? നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കണേ, റസൂലുള്ളാഹിയെ അനുസരിച്ച് ജീവിക്കണേ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ടാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എന്നാണ് പ്രവാചകന്റെ സ്വഹാബിമാർ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല ഖുർആൻ പറയുന്നുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിന്റെ റസൂൽ എന്തൊന്നാണോ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് അത് ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക. എന്തൊന്നാണോ വിരോധിച്ചത് അത് ജീവിതത്തിൽ നിന്ന് പാടെ നിർമാർജനം ചെയ്യുക. അങ്ങനെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് കൽപ്പിച്ച കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ പകർത്തുക. റസൂലുള്ള വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിന്നുകൊണ്ട് റസൂലിനെ സ്നേഹിക്കണം. റസൂലുള്ള കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം. കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. എന്നാൽ പകരം ഇന്നതാ കർമ്മങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടതാ പ്രവാചകനെ സ്നേഹിക്കുന്നത് ഇന്ന് റോട്ടിലാണ്. ഇന്ന് പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞാൽ പ്രവാചകനെ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ചിട്ട് പ്രവാചകനെ സ്നേഹിക്കുന്ന രൂപമല്ല ഇന്നത്തെ സ്നേഹം. മറിച്ച് ഇന്ന് സ്നേഹമെന്ന് പറഞ്ഞാൽ റോട്ടിലാണ് പ്രവാചകനെ സ്നേഹിക്കുന്നത്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ ത്വഹ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വഴിയിലുള്ള ബുദ്ധിമുട്ട് മാറ്റണേ, അത് ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചിട്ടും ആ പ്രവാചകന്റെ വാചകങ്ങളെപ്പോലും പുറങ്കാലുകൊണ്ട് ചവിട്ടി മരിച്ചുകൊണ്ടതാ റോഡ് മുഴുവനും ബ്ലോക്കാക്കിക്കൊണ്ട്, നാട് മുഴുവനും ബ്ലോക്കാക്കിക്കൊണ്ട്, സകല ടൗണുകളും ബ്ലോക്കാക്കിക്കൊണ്ട് യാത്രക്കാരെ ശല്യപ്പെടുത്തി, യാത്രക്കാരെ ബുദ്ധിമുട്ടി, യാത്രക്കാരെ പ്രയാസപ്പെടുത്തി. അതാ പള്ളികൾ അലങ്കരിക്കുന്നു, മതസ്ഥാപനങ്ങൾ അലങ്കരിക്കുന്നു, ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കുന്നു. ഏതുപോലെ ക്രിസ്ത്യാനികൾ അവർ യേശുവിന്റെ ജന്മദിനാഘോഷം ക്രിസ്മസിലൂടെ ആഘോഷിക്കുന്ന സമയത്തതാ അവരുടെ പള്ളികളതാ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കുന്നത് പോലെ മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന പേരിൽ അല്ലാഹുവിന്റെ പള്ളികൾ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കുന്നു, മദ്രസകൾ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുന്നു, അങ്ങാടികൾ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പ്രവചനം എത്ര സത്യമാ! അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്ത് കാലങ്ങൾക്ക് ശേഷമതാ അവര് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ചാണിന് ചാനായി മുയത്തിന് മുഴമായി പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ലേ? അതെ, ജൂതനെ പിൻപറ്റിക്കൊണ്ട് ക്രിസ്ത്യാനിയെ പിൻപറ്റിക്കൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെ, ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത് പോലെ, ജയന്തികൾ ആഘോഷിക്കുന്നത് പോലെ മുസ്ലിമീങ്ങളും റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു.